കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പുതുതായി കുടുംബജീവിതം ആരംഭിച്ചിരിക്കുന്ന ഒരു ചെറിയ കുടുംബം, ഒരു ക്രിസ്തീയ കുടുംബം, ദൈവത്തിൻ്റെ മക്കളെ, നിങ്ങളോട് എനിക്ക് 2-3 കാര്യങ്ങൾ പറയാനാണ്. ഒന്ന്, യു ഷുഡ് ലീവ് ആൻഡ് ക്ലീവ്. എവിടെ കിടക്കുന്നു ആ വാക്യം? ജനസിസ് 2-ാം അധ്യായം 24-ാമത്തെ വാക്യം. ഞാൻ വായിക്കുന്നില്ല. അവിടെ പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ വിട്ട്, മാതാവിനെയും പിതാവിനെയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും. അതാണ് കുടുംബജീവിതം ആരംഭിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ സ്വതന്ത്രമാണ്. ക്രിസ്തു അത്രേ നിങ്ങളുടെ കുടുംബത്തിൻ്റെ, ചെറിയ കുടുംബത്തിൻ്റെ നടുവിൽ നിങ്ങൾക്ക് ആലോചനക്കാരനായി യു ബി സെപ്പറേറ്റഡ്. നിങ്ങൾ സെപ്പറേറ്റഡായി നിങ്ങളുടെ ജീവിതം ആരംഭിക്കുന്നു. യു ഷുഡ് ഹാവ് എ പ്രൈവസി. നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു രഹസ്യഭാവം. നിങ്ങൾക്ക് അപ്പൂപ്പനും അമ്മൂമ്മയും അവരുടെ ഇടയിൽ അങ്ങനെ ഇടപഴകി ജീവിക്കാനുള്ളവരല്ല. യു ഷുഡ് സെപ്പറേറ്റ്. നിങ്ങൾ അപ്സ്റ്റെയറിലെങ്കിലും മാറണം, അല്ലെങ്കിൽ അടുത്ത് തന്നെ ഒരു ചെറിയ വീട് വാടകയ്ക്കെടുത്ത് മാറണം. നിങ്ങൾ സെപ്പറേറ്റ് ചെയ്ത് നിങ്ങളുടേതായ ഒരു കുടുംബ ജീവിതം കെട്ടിപ്പടുക്കണം. അതാണ് ലീവ് ആൻഡ് ക്ലീവ് എന്ന് പറഞ്ഞിരിക്കുന്ന 1-ാമത്തെ കാര്യം. നിങ്ങളത് മനസ്സിലാക്കി എന്ന് ഞാൻ കരുതുന്നു. ഓക്കെ. 2-ാമത്തെ കാര്യം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അങ്ങനെ അപ്പനെയും അമ്മയും ഉപേക്ഷിക്കാനല്ല അതുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. അതല്ല, നിങ്ങളുടെ കുടുംബം നിങ്ങൾ മാറി താമസിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പനെയും അമ്മയും ആദരിക്കുന്നതിൽ ഒരു വീഴ്ചയും വരാൻ പാടില്ല. അപ്പനും അമ്മയും ബഹുമാനിക്കുന്നതിൽ ഒരു വീഴ്ചയും വരാൻ പാടില്ല. അത് പ്രത്യേകം പറയുന്നുണ്ട്. ഡ്യൂട്രോണമി 5-ാം അധ്യായം 16-ാം വാക്യം. ഞാൻ വായിക്കുന്നില്ല, നിങ്ങൾ വായിക്കണം നിർബന്ധമായിട്ട്. നിങ്ങൾ നന്നായിരിക്കുവാൻ, നിങ്ങൾക്ക് ആയുസ് ഉണ്ടാകാനും, നിങ്ങൾക്ക് വേണ്ട ആരോഗ്യം ഉണ്ടാകാനും, നിങ്ങളുടെ കുടുംബം വളരെ ഭദ്രതയായി തീരുമാനമെങ്കിൽ മാതാവിനെയും പിതാവിനെയും നിങ്ങൾ വേണ്ടോളം എന്ത് ചെയ്യണം? ആദരിക്കണം, ബഹുമാനിക്കണം. അവരുടെ ആവശ്യങ്ങളിൽ നിങ്ങൾ എത്രയും വേഗം അടുത്തെത്തണം. അവർക്ക് മക്കളെ കാണണമെന്ന് എപ്പോഴും ആഗ്രഹം കാണും. അവരോടുള്ള വാത്സല്യം തീരത്തില്ല. കല്യാണം കഴിച്ച് പോയെന്ന് പറഞ്ഞുകൊണ്ട് കുഞ്ഞുങ്ങളോടുള്ള ആ സ്നേഹം മാറില്ല. അപ്പം ഉടനെ വേണം കാണണമെന്ന് പറഞ്ഞാൽ നിങ്ങളവിടെ ചെല്ലണം ഉടനെ. ഇപ്പോൾ പിന്നെ ഈ സ്കൈപ്പ് വഴിയും ഇപ്പോഴത്തെ കമ്പ്യൂട്ടർ വഴിയൊക്കെ ഇപ്പം നിങ്ങൾക്ക് നേരിട്ട് അപ്പനെയും അമ്മയൊക്കെ കാണാൻ സാധിക്കും. അപ്പോൾ നമുക്ക് വളരെ ഈസിയാണ് പേരൻസിനെ മീറ്റ് ചെയ്യുവാനും കാണുവാനും സംസാരിക്കാനും. എത്ര ദൂരെ നിന്നും എളുപ്പം സംസാരിക്കാനും കോണ്ടാക്ട് ചെയ്യാനും. പക്ഷെ ചിലപ്പോൾ ശരിക്കും നേരെ വന്ന് കാണാൻ ആഗ്രഹിച്ചു പോകില്ല. നിങ്ങൾ വരണം. അവരുടേതായ മെഡിസിൻ, അവർക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകാൻ പാടില്ല. മക്കൾ തന്നെയാണ് വാർദ്ധക്യമുള്ള അമ്മമാരെയും പിതാക്കന്മാരെയും അവരെ ഒരു കാരണവശാലും വേദനിപ്പിക്കുന്നത്. വേദനിച്ചാൽ അത് വലിയ തിരിച്ചടിയാവും നമ്മുടെ ജീവിതത്തിൽ. സോ ലീവ് ചെയ്യണം, ക്ലീവും ചെയ്യണം, അതൊക്കെ ശരി. പക്ഷേ റെസ്പെക്റ്റ് മറന്നു പോകരുത്. പേരൻസിന് കൊടുക്കേണ്ട ആദരവ് മറന്നു പോകരുത്. 3-ാമതൊരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ നടത്തുന്നത്, അത് സോളമനാണ് പറഞ്ഞിരിക്കുന്നത്. ശലോമോൻ ജ്ഞാനി എക്ലീസിയാസ്റ്റിസ് സഭാപ്രസംഗിയിൽ 12-ാം അധ്യായം ഏറ്റവും ഒടുവിലത്തെ അധ്യായത്തിൽ 1-ാമത്തെ വാക്യമാണ്. വളരെ പരിചിതമാണ്. യൗവനക്കാരെ, നിങ്ങൾ നിങ്ങളുടെ യൗവനത്തിൽ തന്നെ കർത്താവിനെ അറിയണം. അതാണ് അവർ പറഞ്ഞത്. കർത്താവിനെ ഓർക്കണം എന്നാണ് പറയുന്നത്. സൃഷ്ടാവിനെ ഓർക്കണം എന്നാണ് പറയുന്നത്. അതെന്താണ് അതിൻ്റെ അർത്ഥം? യു ഷുഡ് ഹാവ് എ റൈറ്റ് റിലേഷൻഷിപ്പ്. എന്താണ്? വിത്ത് ദ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. ഇൻറ്റിമേറ്റ് റിലേഷൻഷിപ്പ്. വ്യക്തിപരമായി ക്രിസ്തുവുമായി വ്യക്തിപരമായി ബന്ധമാണ്. ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങളെ, നിങ്ങൾ ഒറ്റയ്ക്കിരുന്ന് ബൈബിൾ വായിക്കുവാനും ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കുവാനും ഉള്ള ഒരു ക്രമീകരണം നിങ്ങളുടെ വീട്ടിലുണ്ടാകണം, നിങ്ങളുടെ ജീവിതത്തിൽ വേണം. നിങ്ങൾ രക്ഷിക്കപ്പെട്ട് ദൈവത്തിൻ്റെ കുഞ്ഞെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളുടെ കൂടെയുണ്ട്. അപ്പോൾ വചനത്തിനാണ് നിങ്ങൾക്ക് ബലം തരുന്നത്. നിങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ നേരിടുവാൻ, സ്വന്തമായി നേരിടുവാൻ കർത്താവ് നിങ്ങളുടെ കൂടെ വേണം. കർത്താവ് കൂടെ ഉണ്ട്. പക്ഷേ നിങ്ങളത് അപ്രോപ്രിയേറ്റ് ചെയ്യണം. അതിന് നിങ്ങൾ പ്രാർത്ഥന വേണം. കുഞ്ഞുങ്ങൾ ഉണ്ടാകുമ്പോഴും നിങ്ങൾ ഒരുമിച്ച് തന്നെ കുട്ടികളുമൊക്കെ ആയിട്ട് ഒരു കുടുംബാരാധന വേണം. പള്ളിയിൽ ഒറ്റയ്ക്ക് നിങ്ങൾ കുടുംബമായിട്ട് പോകണം. ഒറ്റയ്ക്കല്ല, കുടുംബമായിട്ട് പോകണം.
ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ ഇതൊന്നും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. എങ്കിലും അതാണ് സൊലോമോൻ ഞാൻ അവിടെ ഉദ്ദേശിച്ചത്. അവിടെ പറയുന്നുണ്ട്, അതെ, നിങ്ങൾ യൗവന പ്രായത്തിൽ തന്നെ യേശുക്രിസ്തുവുമായ ദൈവവുമായിട്ടുള്ള ആ റൈറ്റ് റിലേഷൻഷിപ്പ്, ആ വളരെ പേഴ്സണലായിട്ട് അറിയുന്ന റിലേഷൻഷിപ്പ്. യേശു കർത്താവ് മരിച്ചുപോയ ദൈവമല്ലല്ലോ. യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റ് ഇന്നും നമ്മുടെ അടുക്കൽ ജീവിക്കുന്നു ആത്മാവിൽ. അപ്പം ആത്മാവിൽ ജീവിക്കുന്ന യേശു കർത്താവ് നമ്മുടെ ഹൃദയത്തിൽ ഒന്നാമതുണ്ടാകും, അതുപോലെ തന്നെ നമ്മളുടെ മിസ്റ്റിലും ഉണ്ടാകും, നമ്മുടെ നടുവിലും ഉണ്ടാകും. ആ ഒരു ബന്ധത്തിൽ വേണം നമ്മുടെ കുഞ്ഞുങ്ങളും വളർന്നു വരുവാൻ. അങ്ങനെ വേണം മുന്നോട്ട് പോകുവാൻ. ഈ 3 കാര്യങ്ങൾ മറന്നുപോകരുത്. ഒരു കുടുംബമാകുമ്പോൾ യു ഷുഡ് ലീവ് യുവർ പാരൻസ് ആൻഡ് ക്ലീവ് ടു യുവർ വൈഫ് ആൻഡ് യു ഷുഡ് ബി സെപ്പറേറ്റഡ്, ഹാവിങ് എ പ്രൈവറ്റ് ലൈഫ്. മനസ്സിലായോ? ബട്ട് ക്രൈസ്റ്റ് വിൽ ബി അറ്റ് ദ സെൻറ്റർ. രണ്ടാമത് എന്നാന്ന് ചോദിച്ചു? രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് കർത്താവിൽ ഓർത്തിട്ട് അവൻ്റെ കൽപ്പന അനുസരിച്ച് ഒരു അമ്മയെ ബഹുമാനിക്കുന്നതിൽ പിന്മാറുന്നു. പിന്നെ വ്യക്തിപരമായ ക്രിസ്തുവിൻ്റെ ബന്ധവും. അങ്ങനെ 3 കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളോട് ജൂനിയർ സിറ്റിസൺ എന്നുള്ള നിലയിൽ, നിങ്ങളെ ക്രിസ്ത്യൻ സിറ്റിസൺ എന്നുള്ള നിലയിൽ നിങ്ങളെ അറിയിക്കാനുള്ളത്. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.